ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി അക്കൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ പുതിയൊരു ടോപ്പിക്കാണ് അനൽമെന്റ് ഓഫ് ഫോർഫീച്ചറും റീഇഷ്യൂ ഓഫ് ഫോർഫീച്ചർ ഷെയർസും ആയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു ഫോർഫീച്ചർ എന്താണെന്ന്, അതേപോലെ തന്നെ പാറിന് ഇഷ്യൂ ചെയ്ത ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ, അതേപോലെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്ത ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോൾ, ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രീസ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ നോക്കി. അപ്പോൾ ഈ അനൽമെന്റ് പറയുന്നതിന് മുമ്പ് അതിലൊരു കേസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ ദർ ഈസ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോ റാറ്റ അലോട്ട്മെന്റ്. അതായത് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉള്ള സമയത്ത്, അതേപോലെ അല്ലെങ്കിൽ പ്രോറാറ്റ അലോട്ട്മെന്റ് ഉള്ള സമയത്തും ആ ഷെയർസ്, അങ്ങനെ ചെയ്ത പ്രോറാറ്റ അലോട്ട് ചെയ്ത ഷെയർസ് ആണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെ കാൽക്കുലേഷൻസ് വരും എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്രോറാറ്റ അലോട്ട്മെന്റ്. ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോഴാണ് നമ്മൾ ആ പ്രോറാറ്റയുടെ കേസ് നമുക്ക് വരുന്നത്, അല്ലേ? എന്താണ് ഇപ്പൊ നോക്കൂ, നമ്മളൊരു 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 15,000 അപ്ലിക്കേഷൻസ് വന്നു, അല്ലേ? നമ്മൾ ഇഷ്യൂ ചെയ്തതിനേക്കാളും കൂടുതൽ പബ്ലിക്കിന്റെ അപ്ലിക്കേഷൻ വന്നു നമ്മുടെ കയ്യിൽ. അതാണ് ഓവർ. നമുക്ക് അതിൽ എക്സസ് അപ്ലിക്കേഷൻ വേണമെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്യാം, അല്ലേ? പ്രപ്പോർഷനേറ്റ് ആയിട്ട് അലോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും കമ്പനി എത്രയാണോ ഇഷ്യൂ ചെയ്ത് അതേ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. 10,000 അതിൽ കൂടുതൽ അവർ 15,000 ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. ആ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ആരെയും നമുക്കൊരു നിരാശപ്പെടുത്താതെ കമ്പനിക്ക് ഒരു തീരുമാനം എടുക്കാം. പ്രോറാറ്റ ബേസിൽ അലോട്ട് ചെയ്യാം, എല്ലാവർക്കും അലോട്ട് ചെയ്യാം എന്നുള്ള ബേസിൽ. ചിലപ്പോൾ അത് എങ്ങനെയായിരിക്കും, 3-1 അങ്ങനെ രീതിയായിരിക്കും. 3 ഷെയർ ചോദിച്ച വ്യക്തിക്ക് 1 ഷെയർ കൊടുക്കാം, അല്ലെങ്കിൽ 2 ഷെയർ ചോദിച്ച വ്യക്തിക്ക് 1 ഷെയർ കൊടുക്കാം, അങ്ങനെയായിരിക്കും. അത് കമ്പനി എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ. ആ കേസിൽ അങ്ങനെ അലോട്ട് ചെയ്ത ഷെയർസ് ആണ് നമ്മൾ ഫോർഫീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുമ്പോൾ, ഞാനൊന്നൊരു വ്യക്തി 2 ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കമ്പനി എനിക്ക് 1 ഷെയറേ തന്നുള്ളൂ പ്രോറാറ്റ ബേസിൽ എന്നുണ്ടെങ്കിൽ, ഞാൻ അപ്ലിക്കേഷൻ മണി അടിക്കുമ്പോൾ ആ 2 ഷെയറിന്റെയും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എൻ്റെ എക്സസ് ആയിട്ട് വരുന്ന 1 ഷെയറിന്റെ പൈസ എന്ന് പറയുന്ന കമ്പനി എനിക്ക് തിരിച്ചു തരില്ല. കാരണം അത് എങ്ങോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അടുത്ത അലോട്ട്മെന്റ് മണിയിലോട്ടാണ് കമ്പനി അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? ഓട്ടോമാറ്റിക്കലി. അപ്പം ഞാൻ അലോട്ട്മെന്റ് മണി ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു, ഒരു പോർഷൻ ഓഫ് അലോട്ട്മെന്റ് മണി ഞാൻ പേ ചെയ്ത് കഴിഞ്ഞു, ബാക്കിയുള്ളതേ എനിക്ക് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ അലോട്ട്മെന്റ് മണി പേ ചെയ്യാതെ ആയിരിക്കും എൻ്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അലോട്ട്മെന്റ് മണി എത്ര ഞാൻ അടച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷനൊക്കെ അവിടെ ചെയ്യേണ്ടി വരും, അല്ലേ? കാരണം എൻ്റെ എക്സസ് മണി അലോട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ആ എക്സസ് മണി കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് എനിക്ക് പേ ചെയ്യണമെങ്കിലും ആ ഒരു കാൽക്കുലേഷനൊക്കെ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. ആ കാൽക്കുലേഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, when such shares were forfeited, the problem arises as to how the amount unpaid and the amount to be forfeited would be calculated. എത്ര എമൗണ്ട് ആ ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തി അടച്ചിട്ടില്ല, എത്ര എമൗണ്ട് ആണ് നമ്മുടെ ഫോർഫീറ്റഡിലോട്ട് പോകേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഒരു കാൽക്കുലേഷൻ പ്രോബ്ലം ആയിട്ട് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് ഒരു സ്റ്റെപ്സ് ഉണ്ട്, അതിന് കണ്ടുപിടിക്കേണ്ട കുറച്ച് ഫോർമുലാസും ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തിയറട്ടിക്കൽ പോർഷൻ മാത്രമേ നോക്കുന്നുള്ളൂ, പ്രോബ്ലം അടുത്ത ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ അലോട്ട്മെന്റ്. അതായത് എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈ ചെയ്തു എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അല്ലേ? ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അതായത് കാൽക്കുലേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഫോർമുല എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 10,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തെങ്കിൽ 15,000 അപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും, അതാണ് ഇവിടെ എഴുതിയിട്ട്. അപ്പോൾ 15,000 ഷെയർസിന് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഇൻറ്റു ഷെയർസ് അലൗഡ് ടു ഡിഫോൾട്ടർ. അതായത് നമ്മൾ ഈ ഡിഫോൾട്ട് വരുത്തിയ വ്യക്തിയില്ലേ, അതായത് ഞാനാണ് ആ ഷെയർ പേ ചെയ്യാത്തതെങ്കിൽ അലോട്ട്മെന്റ് മണി ഞാനാണ് ഡിഫോൾട്ട്, എനിക്ക് എത്ര ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അവിടെ എഴുതേണ്ടത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഷെയർസ് അലോട്ടഡ്. ടോട്ടൽ ഷെയർസ് എൻ്റെ മാത്രമല്ല, മൊത്തം കമ്പനി എത്ര ഷെയർസ് അലോട്ട് ചെയ്തിട്ടുണ്ട്, 10,000.
അപ്പോൾ അതാണ് ഇവിടുത്തെ കേസ് എന്ന്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ്, അതായത് എത്ര ആപ്ലിക്കേഷൻ വന്നു, എത്ര ഷെയർസിന് ആപ്ലിക്കേഷൻ വന്നു, അതിൽ ഡിഫോൾട്ടിക്ക് എത്ര നമ്മൾ ഷെയർ കൊടുത്തു, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്മൾ എത്ര ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അപ്ലൈ ചെയ്ത് മൊത്തം നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തൊരു ഷെയർ ഉണ്ട് 10,000 എന്നാണ് പറയുക. അത് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ, അതാണ് ഇവിടെ. അപ്പോൾ അത് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് എത്ര എന്നുള്ളത് നമുക്ക് കിട്ടും. നമ്പർ ഓഫ് ഷെയർസ് എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ശരിക്കും നമ്മൾ അദ്ദേഹം എത്ര ഷെയർ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. ദെൻ നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഫോർ മൈനസ് നമ്പർ ഓഫ് ഷെയർസ് അലോട്ടഡ് ഈക്വൽ ടു എക്സസ് ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. അതായത് നമ്മൾ നമ്പർ ഓഫ് ഷെയർസ്, അതായത് എത്ര ആ ഷെയർ ഹോൾഡർ ശരിക്കും എത്ര അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര അദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ അദ്ദേഹം 500 ഷെയർസിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ 300 ഷെയർസേ കൊടുത്തിട്ടുള്ളെങ്കിൽ ബാക്കി എന്താണ് എക്സസ് എന്ന് പറയുന്നത് 200 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ മണി ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2 ഷെയറിന് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ കമ്പനി എനിക്ക് 1 ഷെയറേ തന്നിട്ടുള്ളെങ്കിൽ ബാക്കി 1 ഷെയറിൻ്റെ പൈസ എന്താണ്, എൻ്റെ എക്സസ് ആണ് അവിടെ ആപ്ലിക്കേഷൻ മണി ആയിട്ട് അവിടെ കിടക്കുന്നത്. അതാണ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അലോട്ട്മെന്റ് മണിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എക്സസ് ആപ്ലിക്കേഷൻ മണി കിട്ടണം, ഷെയറിൻ്റെ എണ്ണം കിട്ടി നമുക്കിപ്പോൾ. എത്രയാണ് എക്സസ് ഷെയർ, എൻ്റെ എത്ര എക്സസ് ഷെയർ ആണ്, അല്ലെങ്കിൽ ആ ഡിഫോൾട്ട് വ്യക്തിയുടെ എക്സസ് ഷെയർ എത്രയെന്ന് കിട്ടി. അപ്പോൾ അത് മണിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്താണ്, എക്സസ് നമ്പർ ഓഫ് ഷെയർസ് അപ്ലൈഡ് ഇൻ ടു മണി കോൾഡ് പെർ ഷെയർ ഓഫ് ആപ്ലിക്കേഷൻ. അതായത് എത്ര എക്സസ് നമ്പർ ഓഫ് ഷെയർ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ മണി എത്രയാണ് അത് ഇൻറ്റു ചെയ്ത എക്സസ് ആപ്ലിക്കേഷൻ മണി എത്രയെന്ന് കിട്ടും. ഇപ്പോൾ എൻ്റെ 1 ഷെയറാണ്, ആപ്ലിക്കേഷൻ മണി 2 രൂപയാണെങ്കിൽ 1 × 2 രൂപയാണ് എൻ്റെ എക്സസ് ആയിട്ട് അവിടെ കിടക്കുന്നത്. എമൗണ്ട് അൺപെയ്ഡ് ഓൺ അലോട്ട്മെന്റിന് എത്ര അൺപെയ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കൂ, എക്സസ് ആയിട്ടുള്ള 2 രൂപ എൻ്റെ അലോട്ട്മെന്റിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വെച്ചു. അതിൽ ശരിക്കും അലോട്ട്മെന്റ് മണി പേ ചെയ്യേണ്ടത് 3 രൂപയാണെന്ന് വെക്കുക. അതിൽ ഓൾറെഡി 2 രൂപ എൻ്റെ എക്സസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ബാക്കി എത്ര എനിക്ക് പേ ചെയ്താൽ മതി, 1 രൂപ പേ ചെയ്താൽ മതി. അതാണ് എക്സസ് എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെന്റ്. എത്രയാണ് അലോട്ട്മെന്റിന് ശരിക്കും ഡ്യൂ ആയിട്ടുള്ളത് മൈനസ് അതിൽ നമ്മൾ എക്സസ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടല്ലോ ആപ്ലിക്കേഷനിൽ, അത് മൈനസ് ചെയ്താൽ അപ്പോൾ നമ്മുടെ എത്ര അൺപെയ്ഡ് ആണ് അലോട്ട്മെന്റ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് ലോജിക്ക് ഉപയോഗിച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് എന്താ കാര്യം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഒരു പ്രോബ്ലം വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വ്യക്തമാവും. ഇതാണ് അൺപെയ്ഡ് എമൗണ്ട് കണ്ടെത്താനുള്ള, അല്ലെങ്കിൽ ഫോർഫീച്ചർ അക്കൗണ്ടിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് നമുക്ക് കണ്ടെത്താനുള്ള ഒരു സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടെ കണ്ടെത്തേണ്ടത്. ഇതിൽ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് വെൻ ഓവർ സബ്സ്ക്രിപ്ഷൻ ആൻഡ് പ്രോറൈറ്റ അലോട്ട്മെന്റ് കേസിലുള്ള ഒരു ഷെയർ ആണ് നമ്മൾ ഫോർഫീച്ചർ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട സ്റ്റെപ്സ് ആണ് അൺപെയ്ഡ് എമൗണ്ടും ഫോർഫീറ്റഡ് എമൗണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. അനൽമെന്റ് ഓഫ് ഫോർഫീച്ചർ. അനൽമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് നമുക്കറിയാം, റദ്ദാക്കുക എന്നുള്ളതാണ്. റദ്ദാക്കുക, ഫോർഫീച്ചർ വേണ്ടാന്ന് വെക്കുക. ഫോർഫീച്ചർ ചെയ്യുക പറഞ്ഞാൽ ഷെയർ ക്യാൻസൽ ചെയ്യലാണ് അല്ലേ, നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഷെയർ ക്യാൻസൽ ചെയ്യാൻ എടുത്ത തീരുമാനം നമ്മൾ വേണ്ടാന്ന് വെക്കുക അല്ലേ, അത്രയേ ഉള്ളൂ മീനിങ്. മീൻസ് ക്യാൻസലേഷൻ ഓഫ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ഓൺ റിക്വസ്റ്റ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഫോർഫീറ്റ് ചെയ്യാനുള്ള തീരുമാനം മാറ്റിവെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡർ പറയാണ് ഞാൻ ക്യാഷ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചത്, പേ ചെയ്യാതിരുന്നത്, ഞാൻ പേ ചെയ്യാൻ എൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഷെയർ ഹോൾഡർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർഫീറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, ബോർഡിന് എന്ത് ചെയ്യാം, ഈ ഫോർഫീച്ചർ ചെയ്യേണ്ട കാര്യം മാറ്റിവെക്കാം, റദ്ദാക്കാം. എങ്ങനെ, റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ട് ബോർഡ് മീറ്റിങ്ങിൽ അവർക്ക് തീരുമാനം എടുത്തുകൊണ്ട് ഈ അനൽമെന്റ് ഫോർഫീച്ചർ എന്നൊരു ഡിസിഷൻ അവർക്ക് മാറ്റിവെക്കാം, റദ്ദാക്കാം. ഓക്കെ, അത് വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ്. ഈ ഫോർഫീച്ചർ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ബോർഡിന്റെ ഡിസ്ക്രിഷനോട് കൂടിയിട്ട് മാത്രമാണ്. ഫോർഫീച്ചർ ക്യാൻ ബി അനേൽഡ് ബൈ ദ ബോർഡ് അറ്റ് ഇറ്റ്സ് ഡിസ്ക്രിഷൻ. അതായത് ബോർഡിന്റെ ഇഷ്ടപ്രകാരം മാത്രമേ എന്ത് മാറ്റിവെക്കാൻ പറ്റുള്ളൂ, ഈ എന്താണ് ഫോർഫീച്ചർ
അനൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ബോർഡ് കുറച്ച് കണ്ടീഷൻസ് മുന്നിൽ വെക്കും. ആരുടെ? ഈ മെമ്പേഴ്സിന്റെ, ഈ ഡിഫോൾട്ട് വരുത്തിയ മെമ്പേഴ്സിന്റെ മുന്നിൽ വെക്കും. അതായത് ഈ ഡിഫോൾട്ട് വരുത്തിയ പേയ്മെന്റ്, കോൾ മണി ആയിക്കോട്ടെ അലോട്ട്മെന്റ് മണി ആയിക്കോട്ടെ, വിത്ത് ഇൻട്രസ്റ്റ്, അതായത് പലിശ അടക്കം നിങ്ങൾ ഈ സമയത്തിനുള്ളിൽ പേ ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് ആരെ അനുകൂലിക്കണം? ആ മെമ്പർ അനുകൂലിച്ച് മാത്രമേ ആ ബോർഡ് പറയുന്ന കണ്ടീഷൻസ് മെമ്പേഴ്സ് ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം? ആ ഫോർഫീച്ചർ അനൽ ചെയ്യാൻ പറ്റും. ആർക്ക്? ബോർഡിന്. ഓക്കെ. ഇനി നമ്മൾ അതിനൊരു സ്റ്റെപ്സ് ഉണ്ട്. അതായത് ബോർഡിന്റെ ഡിസ്ക്രിപ്ഷനാണ് അനൽ ചെയ്യാനുള്ളത്. അനൽമെന്റ് അനൽമെന്റ് ഓഫ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു സ്റ്റെപ്സ് ഉണ്ട്. അതായത് ഈ ഫോർഫീച്ചർ എന്നത് നമ്മൾ റദ്ദാക്കാൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ ഒരു സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് റിക്വസ്റ്റ് കിട്ടണം അല്ലേ? നമുക്ക് ഏത് ഷെയർ ഹോൾഡർ ആണോ ഡിഫോൾട്ട് വരുത്തിയത് അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് എന്ത് കിട്ടണം? ഒരു റിക്വസ്റ്റ് കിട്ടണം. എനിക്ക് പേയ്മെന്റ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്യരുത്, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ആദ്യം റിസീവ് ചെയ്യണം. ദെൻ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ട് അത് കൺവീൻ ചെയ്യണം അല്ലേ? അതായത് ഇങ്ങനെ ഷെയർ ക്യാൻസൽ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വെച്ചൊരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. തീരുമാനം എടുക്കണം അനൽമെന്റ് നടത്താം, അതായത് ഫോർഫീച്ചർ നടത്തണ്ട എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മെമ്പറിനെ അറിയിക്കണം. അതായത് ഈ ഷെയർ ഹോൾഡറിനെ അറിയിക്കണം. ഇന്ന കണ്ടീഷൻസ് ഉണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ പലിശ അടക്കം കോൾ മണി അൺപെയ്ഡ് എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് നമുക്ക് എന്ത് ചെയ്യാം? രജിസ്റ്ററിൽ എൻ്റർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യും? ആ സമയത്തിനുള്ളിൽ ഷെയർ ഹോൾഡർ അൺപേ ചെയ്ത എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ് പേ ചെയ്യും. അങ്ങനെ ആ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? അവരുടെ പേര് രജിസ്റ്ററിൽ ആഡ് ചെയ്യാം. ഓക്കെ. രജിസ്റ്ററിൽ ആഡ് ചെയ്തിട്ട് ആ ഷെയർ അനൽ ചെയ്യാം. അതായത് ഫോർഫീച്ചർ എന്നത് അവർക്ക് റദ്ദാക്കാം. തിരിച്ചവർക്ക് അവരിനെ ആഡ് ചെയ്തു രജിസ്റ്ററിൽ. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? അവർക്ക് കൊടുത്ത ഷെയർ സർട്ടിഫിക്കറ്റ് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും ഒരു പുതിയ ഷെയർ സർട്ടിഫിക്കറ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യണം ഈ ഷെയർ ഹോൾഡേഴ്സിന്. അതായത് ഈ ഓണർഷിപ്പ് കാണിച്ചുകൊണ്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. അതായത് ആദ്യം ഷെയർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് റിക്വസ്റ്റ് കിട്ടണം. ആ റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബോർഡ് ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറിനെ അറിയിക്കണം, നിങ്ങൾ വിത്ത് ഇൻട്രസ്റ്റ് അൺപേ ചെയ്ത എമൗണ്ട് പേ ചെയ്യണം ഇത്ര സമയത്തിനുള്ളിൽ നിന്ന്. ആ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പേര് രജിസ്റ്ററിൽ നമുക്ക് എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. ഇതാണ്, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് അനൽ ചെയ്യുമ്പോൾ ഉള്ള സ്റ്റെപ്പ്, അനൽമെന്റ് റദ്ദാക്കുമ്പോൾ. ദെൻ അതിനൊരു ജേർണൽ എൻട്രി ഉണ്ട്. ജേർണൽ എൻട്രി എന്താണെന്ന് വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, അതായത് നമുക്ക് എത്രയാണോ പൈസ കിട്ടുന്നത് അത് അവിടെ എഴുതുക. വിത്ത് ഇൻട്രസ്റ്റ്, പലിശ അടക്കം കിട്ടുന്ന എമൗണ്ട് ആണ് അവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ ഷെയർ ഫോർഫീറ്റഡ് എന്താണ്? ഓൾറെഡി നമ്മൾ ഫോർഫീറ്റഡ് എന്നൊരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ട് അവിടെ അല്ലേ? ഫോർഫീറ്റ് ചെയ്യുമ്പോൾ ഒരു ജേർണൽ എൻട്രി പാസ് എഴുതിയിട്ടില്ലേ? ആ ജേർണൽ എൻട്രി നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇനി അത് പറ്റില്ല. അത് ക്യാൻസൽ ചെയ്യാനാണ് ഇവിടെ ഒരു ഷെയർ അവിടെ ക്രെഡിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ട് ആ എൻട്രി നമുക്ക് ക്യാൻസൽ ചെയ്യണം. ടു ഷെയർ ക്യാപിറ്റൽ, ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇപ്പോൾ 10 രൂപ ആണെങ്കിൽ 10 രൂപ. ടു ഇൻട്രസ്റ്റ്, അതിൽ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വാങ്ങി ആ എമൗണ്ട് അവിടെ എഴുതുക. അതാണ് അനൽമെന്റിന്റെ എന്ത് ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഫോർഫീറ്റ് ചെയ്ത ഷെയർസ്, ക്യാൻസൽ ചെയ്ത ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യുക. വേറൊരു വ്യക്തിക്ക് നമ്മൾ റീഇഷ്യൂ ചെയ്യുക അല്ലേ? അതെന്താണ്? ആ കേസാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇഫ് ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പെർമിറ്റ്, ദ കമ്പനി ക്യാൻ റീഇഷ്യൂ ദ ഫോർഫീറ്റഡ് ഷെയർസ് അറ്റ് പാർ ഓർ അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട് അല്ലേ? അതായത് ആർട്ടിക്കിൾ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് റീഇഷ്യൂ ചെയ്യാം. അത് പാറിൽ ചെയ്യാം, പ്രീമിയത്തിൽ ചെയ്യാം, ഡിസ്കൗണ്ട് ചെയ്യാം. അത് കമ്പനിയുടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള എന്താന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, റീ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് എമൗണ്ട് അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓൾറെഡി പേ ചെയ്തൊരു എമൗണ്ട് ഉണ്ട്. ആര്? പഴയ ഷെയർ ഹോൾഡേഴ്സ്. അത് നമ്മൾ തിരിച്ചു കൊടുക്കില്ല. അത് നമ്മൾ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. ആ എമൗണ്ടിൽ കൂടാൻ പാടില്ല ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതാണ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ തന്നെ പറയാണ്. രാഹുൽ എന്നൊരു വ്യക്തി ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ട് കമ്പനിയുടെ കേട്ടോ. അത് അലോട്ട്മെന്റ് മണി അപ്ലിക്കേഷൻ മണി മാത്രം അദ്ദേഹം അടച്ചിട്ടുണ്ട് 2 രൂപ. ബാക്കി അടയ്ക്കാത്തതുകൊണ്ട് അതിന്റെ ഫോർഫീറ്റ് ചെയ്തു ഷെയർ കേട്ടോ. അപ്പോൾ ആ 2 രൂപ പിന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കില്ല. കമ്പനി ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ആ 2 രൂപ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ ഷെയർ രാഹുലിന്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്തത് വേറൊരു വ്യക്തിക്ക് രാമുവിന് റീഇഷ്യൂന് വെക്കാം. അപ്പോൾ 10 രൂപയുടെ ഷെയർ ആണ് റീഇഷ്യൂ ചെയ്യാണെന്ന് വെക്കുക. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് ആ കമ്പനി റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 2 രൂപ ആയിരിക്കണം. അപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ആണെങ്കിൽ ഡിസ്കൗണ്ട് കുറച്ച് 8 രൂപ ആയിരിക്കണം. 2 രൂപ നമ്മളിവിടെ ഓൾറെഡി പിടിച്ചു വെച്ചിട്ടുണ്ട്. ആ പിടിച്ചു വെച്ച എമൗണ്ടിൽ കൂടാൻ പാടില്ല ഡിസ്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്. ആ 2 രൂപ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിന് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ജേർണൽ എൻട്രി എന്തായിരിക്കും? ഓൺ റീ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ, അതായത് പാറിലാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താണോ ഫേസ് വാല്യൂ അതിൽ തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഷെയർ ക്യാപിറ്റൽ. അത്രയേ ഉള്ളൂ. എത്രയാണോ ആ ഷെയറിന്റെ വാല്യൂ അത് എഴുതുക. ദെൻ ഷെയർ ക്യാപിറ്റലിലോട്ട് ആ പെയ്ഡ് അപ്പ് വാല്യൂ ട്രാൻസ്ഫർ ചെയ്യുക. അത്രയേ ഉള്ളൂ. ദെൻ ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് എമൗണ്ട് റിസീവ് ചെയ്തത്. ദെൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെറ്റർ ഡിസ്കൗണ്ട് ആണ് ഇവിടെ കാണിക്കേണ്ടത് കേട്ടോ. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് കാരണം ആ നഷ്ടമാണ് കമ്പനിക്ക് ഡിസ്കൗണ്ട് ചെയ്യും. 10 രൂപയുടെ ഷെയർ 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് നഷ്ടമാണ് 2 രൂപ. ആ നഷ്ടം എവിടെ നിന്നാണ് നിൽക്കുന്നത്? ആ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഇല്ലേ നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട് എമൗണ്ട് അല്ലേ, നേരത്തെ അടയ്ക്കാത്ത വ്യക്തിയുടെ അതിൽ നിന്നാണ് നികത്തുന്നത്. അതാണ് ഇവിടെ ഡെബിറ്റ് ചെയ്തത്. ഓക്കെ. ദെൻ ടു ഷെയർ ക്യാപിറ്റൽ എത്രയാണോ ശരിക്കും ആ ഷെയറിന്റെ വാല്യൂ 10 രൂപ അതാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ. ദെൻ ഇവിടെ നോട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ വെൻ ഷെയർസ് ആർ റീഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് വിത്ത് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ് ഓർ വിത്ത് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ആസ് പെയ്ഡ് അപ്പ്. ശരിക്കും അതായത് നമ്മൾ ഷെയർസ് റീഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ ഷെയറിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണോ അതിലാണ് എന്നാണ്. പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഷെയറിന്റെ വില 10 രൂപയാണെങ്കിൽ അതാണ് അതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയത്തിനാണ് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം എക്സ്ട്രാ എമൗണ്ട് ആണ് കിട്ടുന്നത്. അവിടെ കമ്പനിക്ക് ഒരു നഷ്ടവും വരുന്നില്ല. എക്സ്ട്രാ എമൗണ്ട് നമുക്ക് അറിയാം ഏത് അക്കൗണ്ടിലോട്ടാണ് പോവുക, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലോട്ടാണ് പോവുക. അപ്പോൾ അതിന്റെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ് ക്യാഷ് വിത്ത് പ്രീമിയം കിട്ടുന്ന അവിടെ എഴുതുക. ടു ഷെയർ ക്യാപിറ്റലോട്ട് ശരിക്കും അതിന്റെ പെയ്ഡ് അപ്പ് വാല്യൂ എത്രയാണ് 10 രൂപയാണെങ്കിൽ അത് എക്സ്ട്രാ കിട്ടുന്നത് ഇപ്പോൾ 2 രൂപയാണെങ്കിൽ പ്രീമിയം ആയിട്ട് അത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. ഇഫ് ദ റീഇഷ്യൂ അറ്റ് പ്രീമിയം റീഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണെങ്കിൽ നമ്മൾ എന്താണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യില്ല. കാരണം ഇവിടെ നഷ്ടമില്ല. നഷ്ടമുള്ള സമയത്താണ് നമ്മൾ അതെടുത്ത് ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ നിന്ന് നികത്തുന്നത്. ഇവിടെ ശരിക്കും കമ്പനിക്ക് ലാഭമാണ് പ്രീമിയത്തിന് ചെയ്യുമ്പോൾ. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ നോട്ടിൽ പറയുന്നത്. ഓക്കെ. ഇനി അടുത്തതാണ് ട്രീറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഇൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട്. അതായത് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ പറഞ്ഞു കമ്പനി ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോൾ അടച്ച എമൗണ്ടുകൾ ഉണ്ടാവും. അവർ പകുതി വെച്ചിട്ടായിരിക്കും അവർ പേ ചെയ്യാതെ പോണ്ടാവുക. അപ്പം അതുവരെ അടച്ച എമൗണ്ട് ഉണ്ട് ആ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ബാലൻസ് ആയിട്ട് അല്ലേ. അതെന്താണ് കമ്പനി ചെയ്യുക, എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുക ആ അക്കൗണ്ട് കേട്ടോ. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വെൻ ഓൾ ഫോർഫീറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് നമ്മൾ ഫോർഫീറ്റ് ചെയ്ത എല്ലാ ഷെയർസും നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നു. ഇപ്പോൾ 100 ഷെയർ ഫോർഫീറ്റ് ചെയ്തു, നമ്മൾ ക്യാൻസൽ ചെയ്തു, അത് മൊത്തം നമ്മൾ വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്തെങ്കിൽ ആ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 200 രൂപ കിടക്കുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ. അത് ലാഭമാണ് കമ്പനിക്ക് അല്ലേ. ശരിക്കും അടയ്ക്കാതെ അയാൾ ഇട്ടിട്ട് പോയി അടച്ച എമൗണ്ട് നമ്മൾ അയാൾക്ക് തിരിച്ചും കൊടുക്കണില്ല. അത് നമ്മൾ ആ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. ആ ഷെയർ വീണ്ടും നമ്മൾ വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്തു അല്ലേ. അപ്പൊ കമ്പനിക്ക് ആ എമൗണ്ട് എന്ന് പറയുന്നത് ലാഭമാണ്. അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റും എന്നാണ് പറയുന്നത്. ദെൻ ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ഇപ്പൊ 100 ഷെയർ നമ്മൾ ഫോർഫീറ്റ് ചെയ്തു, അതിൽ 50 ഷെയറെ വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ 50 ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്യാതെ അവിടെ വെക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 200 രൂപ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് വെക്കുക അല്ലേ. അപ്പൊ ഇതിൽ പകുതി ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, പകുതി ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്തില്ല. അപ്പൊ അവിടെ 200 രൂപയുടെ പകുതി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നമ്മൾ എന്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഇനി പകുതിയും റീഇഷ്യൂ ചെയ്യാനുണ്ട്. ആ റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ വല്ല നഷ്ടവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് മാത്രമേ ബാക്കിയുള്ള എമൗണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതായത് എത്രയാണോ റീഇഷ്യൂ ചെയ്ത ഷെയർസിന്റെ ഫോർഫീറ്റഡ് എമൗണ്ട് മാത്രമേ നമ്മൾ എന്തിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ പ്രോഫിറ്റിലോട്ട് മാറ്റാൻ പാടുള്ളൂ. അതുവരേക്കും അത് എവിടെ തന്നെ കിടക്കണം? ഷെയർ ഫോർഫീറ്റഡിൽ തന്നെ കാണിക്കണം. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് വല്ല നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, നഷ്ടം എന്ന് പറയുമ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ അങ്ങനെ വല്ല നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഷെയർ ഫോർഫീറ്റിൽ നിന്ന് എടുത്തുനിന്ന് നികത്താം. ആ നികത്തിയതിന് ശേഷവും അതിന് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ ആ സ്റ്റെപ്പിൽ പറയുന്നത് കേട്ടോ. അതായത് എമൗണ്ട് ഓഫ് ഫോർഫീറ്റഡ് ഷെയർ അക്കൗണ്ട് പ്രപ്പോർഷനേറ്റ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ഷെയർ ഇഷ്യൂഡ്. അതായത് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട്, അതായത് നമ്മൾ റീഇഷ്യൂ ചെയ്ത എമൗണ്ടിന്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ട് എമൗണ്ട് എടുക്കുക. ദെൻ റീഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് അതിന്ന് കുറയ്ക്കുക. ബാക്കിയുള്ള എമൗണ്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്യാപിറ്റൽ പ്രോഫിറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞു ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കുക, ഡെബിറ്റ് ബാലൻസ് കാണിക്കില്ല. കാരണം എന്താണ്? ഡിസ്കൗണ്ടിനാണ് റീഇഷ്യൂ ചെയ്യുന്നതെങ്കിലും നമ്മൾ പറഞ്ഞു ഫോർഫീറ്റഡ് എമൗണ്ടിന് എക്സീഡ് ചെയ്യാൻ പറ്റില്ല ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് തന്നെ കാണിക്കുക, ഡെബിറ്റ് ബാലൻസ് കാണിക്കില്ല. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് ഇതന്നെയാണ്. നമ്മളിപ്പോൾ പ്രോറാറ്റ ഓവർ സബ്സ്ക്രിപ്ഷൻ പ്രോറാറ്റ അലോട്ട്മെന്റ് നടത്തുന്ന കേസിലുള്ള ഫോർഫീച്ചറാണ്. അങ്ങനെയുള്ള ഷെയർസ് ആണ് ഫോർഫീറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ ആ കേസാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ. അതേപോലെ തന്നെ ഫോർഫീറ്റ് ചെയ്തു ദെൻ റീഇഷ്യൂ ചെയ്തു അങ്ങനെയുള്ള ഷെയർസ്, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉള്ളൊരു ഷെയർസ്, അതുപോലെ പ്രോറാറ്റ അലോട്ട്മെന്റ് നടത്തിയ ഷെയർസ് ഫോർഫീറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്യുമ്പോൾ അതന്നെയാണ് നേരത്തെ പറഞ്ഞ സെയിം ആണ്. അപ്പോൾ നമുക്ക് അൺപെയ്ഡ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതേപോലെ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. സെയിം സ്റ്റെപ്പാണ് ഇവിടെയും പറയുന്നത് അല്ലേ. ആ ഫോർഫീറ്റഡ് എമൗണ്ടിലേക്ക് മാറ്റേണ്ടത് എങ്ങനെയാണ് നമ്മൾ കാണുക എന്നുള്ളത് അതിലൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. സെയിം ഫോർമുല, സെയിം സ്റ്റെപ്പ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നു. അതന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുക. അത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യില്ല, നേരത്തെ പറഞ്ഞ സെയിം എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ചെയ്യുക അല്ലേ. എന്താണ് സറണ്ടർ ചെയ്യുക? നമ്മൾ കുറ്റവാളികളൊക്കെ പറയില്ലേ, സ്വമേധയാ വന്ന് കുറ്റം സമ്മതിക്കുക, സറണ്ടർ ചെയ്യുക, അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഇവിടെ ഷെയർസ് സറണ്ടർ ചെയ്യുക പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞത് ഫോർഫീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഷെയർ ഹോൾഡർ കോൾ എമൗണ്ട് വിളിച്ചിട്ടും അടയ്ക്കാതിരിക്കുമ്പോൾ, അവരൊന്നും റെസ്പോണ്ടും ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താണ്, കമ്പനി കമ്പൽസറി ആയിട്ട് അത് ഫോർഫീറ്റ് ചെയ്യണം. ചില കേസിൽ അങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സ് വോളണ്ടറി ആയിട്ട് വന്ന് പറയും സ്വമേധയാ എനിക്ക് അടയ്ക്കാൻ കാശില്ല, അപ്പോൾ എൻ്റെ ഷെയർ ക്യാൻസൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായത് തന്നെയാണ് സറണ്ടർ ഓഫ് ഷെയർ. വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ടു ദ കമ്പനി ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് സറണ്ടർ ഓഫ് ഷെയർസ്. മനസ്സിലായോ? വോളണ്ടറി ആയിട്ട് സ്വമേധയാ റിട്ടേൺ ചെയ്യണം. എനിക്ക് ഷെയർ ബാക്കിയുള്ളത് എമൗണ്ട് അടയ്ക്കാൻ പറ്റില്ല, അപ്പം അദ്ദേഹം പോയി റിട്ടേൺ ചെയ്യണം ഷെയർസ് കമ്പനിക്ക്. ഓക്കെ, അതിനെയാണ്, അത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആസ് ദാറ്റ് ഫോർഫീച്ചർ. ഫോർഫീച്ചറിൽ നമ്മൾ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അത് തന്നെയാണ് ഇതിലും ഫോളോ ചെയ്യുക കേട്ടോ. വേറെ വ്യത്യാസമില്ല. ഇനി നമുക്ക് ഡിഫറൻസ് പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസ്. ഫോർഫീച്ചർ ഓഫ് ഷെയർസും സറണ്ടർ ഓഫ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ദ കമ്പനി ആഫ്റ്റർ അരിയേഴ്സ് ബിക്കം ഡ്യൂ. അരിയേഴ്സ് ഡ്യൂ ആയിട്ട് പേ ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫോർഫീറ്റ് ചെയ്യുക. സറണ്ടർ ചെയ്യുക പറഞ്ഞാൽ ആർക്ക് തോന്നുകയാണ്? ഇവിടെ ഷെയർ ഹോൾഡേഴ്സിന് തോന്നുകയാണ് എനിക്ക് ഇനി ഈ ഷെയർ അടയ്ക്കാൻ പറ്റില്ല, എൻ്റെ അവസ്ഥ ഇത്രയും ദയനീയമാണ് എന്ന് അദ്ദേഹത്തിന് സ്വയമേധയാ തോന്നുമ്പോഴാണ് അവിടെ സറണ്ടർ നടത്തുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഡിഫറൻസ്, വെൻ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽസ് ടു പേ അലോട്ട്മെന്റ് ഓർ കോൾ മണി ദെൻ എ ഫോർഫീച്ചർ ബിക്കം കമ്പൽസറി. ഫോർഫീച്ചർ എന്താണ്? അവർ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ അടയ്ക്കാൻ സമയത്തിനുള്ളിൽ ഫോർഫീച്ചർ എന്നൊരു സംഭവം കമ്പൽസറി ആണ് കമ്പനിയുടെ ഭാഗത്തിൽ നിന്ന്. സറണ്ടർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ഒന്നുമില്ല കേട്ടോ. ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ഡയറക്ടേഴ്സ് ആണ് ഇവിടെ ഫോർഫീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ വില്ലിനനുസരിച്ചിട്ടാണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണെങ്കിൽ അദ്ദേഹം വന്ന് സറണ്ടർ ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കും, കമ്പനി ഫോർഫീറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഷെയർ ഹോൾഡേഴ്സിന്റെ വില്ലിനനുസരിച്ചിട്ടുണ്ടാവും. ഓക്കെ,
നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് ഫോർഫീറ്റ് ദ ഷെയർസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർ ഫോർഫീറ്റ് ചെയ്യുന്നത് ഡയറക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ ഇതിലെന്താണ്, സറണ്ടറിൽ സ്വയമേധയാ കമ്പനിക്ക് വന്ന് തിരിച്ചു കൊടുക്കുകയാണ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ആർട്ടിക്കിൾസ് എംപവേഴ്സ് ദ ബോർഡ് ടു ഡു സോ. ഫോർഫീറ്റ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആണ് നമ്മൾ പറഞ്ഞു. എന്നാലും ഡയറക്ടേഴ്സിന് എപ്പം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ആർട്ടിക്കിൾസ് പെർമിറ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഫോർഫീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ എന്താണ്, കമ്പനി ഷെയർ ഹോൾഡേഴ്സ് സ്വയമേധയാ തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട് കമ്പനി കുറെ ഫോർമാലിറ്റീസ് ഇവിടെ സേവ് ചെയ്യാണ് അല്ലെ. നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമോ അദ്ദേഹത്തിന് ഇൻഫോം ചെയ്യണതോ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല അല്ലെ. അപ്പോൾ കുറെ കാര്യങ്ങളിൽ ഇവിടെ കമ്പനീനെ സേവ് ചെയ്യാണ് സറണ്ടർ ഓഫ് ഷെയർസ്. അത് അദ്ദേഹം തന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക അല്ലേ. അതുകൊണ്ട് കേട്ടോ, ഇതൊക്കെയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫോർഫീച്ചറിന്റെയും സറണ്ടറിന്റെയും. ഓക്കെ, ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് അല്ലേ. ഇപ്പം നമ്മൾ ഷെയർ വാങ്ങുകയാണ്. ഷെയർ വാങ്ങുമ്പോൾ എന്താണ്, ക്യാഷ് കൊടുത്തിട്ടാണ് ഷെയർ വാങ്ങുക. ക്യാഷ് കൊടുക്കാതെ നമ്മൾ ഷെയർ വാങ്ങുക. വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്യാഷ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് കൊടുക്കുക അല്ലേ. എന്തൊക്കെയായിരിക്കും, ചിലപ്പോൾ ഞാൻ അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും, ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏതെങ്കിലും അസറ്റ് അല്ലേ, അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ, ആ അസറ്റിന്റെ വാല്യൂവിനെ കമ്പനി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ഇഷ്യൂ ചെയ്യാം. അതാണ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ക്യാഷ് അല്ലാതെ വേറെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻഡേഴ്സ്, ഓണേഴ്സ് ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഏതെങ്കിലും പ്രോപ്പർട്ടി കൊടുത്തിട്ടാണ് നമുക്ക് ആ ഷെയർ കിട്ടുന്നതെങ്കിൽ ആ പ്രോപ്പർട്ടി എക്വയർ ചെയ്യുമ്പോഴുള്ള എൻട്രി പ്രോപ്പർട്ടി അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് വെൻഡർ. ഇപ്പം ഞാനാണ് പ്രോപ്പർട്ടി കൊടുത്തതെങ്കിൽ ആ കമ്പനി എക്വയർ ചെയ്യുമ്പോൾ എന്താണ്, അസറ്റ് അക്കൗണ്ട് ഇട്ടിട്ട് രചന അക്കൗണ്ട് എന്ന് അവിടെ വരും. ഓക്കെ, ദെൻ എനിക്ക് ആ ആ കോസ്റ്റിന്, അതായത് ആ കോസ്റ്റിന് എന്ന് പറയുമ്പോൾ ആ അസറ്റിന്റെ വാല്യൂന് എനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യണം. എന്നിട്ട് ഒരു 10,000 റുപ്പീസിന്റെ അസറ്റ് ആണെങ്കിൽ ആ 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട്. അതായത് പ്രീമിയത്തിനാണെങ്കിൽ കേട്ടോ, പാറാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ പ്രീമിയത്തിനാണ് എനിക്ക് തരുന്നതെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിലൊരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോബ്ലം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ജേർണൽ എൻട്രി മാത്രം പഠിച്ചിരിക്കുക. ഇനി ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് ലീൻ ഓഫ് ഷെയർസ്. വാട്ട് ഡു യു മീൻ ബൈ ലീൻ? ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവകാശമാണ്. ഷെയറിന്റെ മീതിയുള്ള അവകാശം. എന്താണ് ഇവിടെ ഷെയറിന്റെ മീതിലുള്ള നോക്കാം നമുക്ക്. ലീൻ എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കാം എന്താ. ലീൻ റെഫേഴ്സ് ടു റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു എ ഡെപ്റ്റർ until the debt are cleared by him. അതായത് ഡെപ്റ്റേഴ്സിന്റെ പ്രോപ്പർട്ടി കൈവശം വെക്കാനുള്ള അവകാശം അല്ലേ, പൊസിഷൻ. അതായത് ഇപ്പോൾ ഞാൻ കമ്പനിയുടെ ഒരു ഡെറ്ററാന്ന് വെക്കുക, കടക്കാരനെ വെക്കുക, എൻ്റെ പ്രോപ്പർട്ടി കമ്പനിക്ക് പിടിച്ചു വെക്കാം. ആ കമ്പനിയുടെ പൈസ ഞാൻ തിരിച്ചു കൊടുക്കുന്നവരെ അത് കമ്പനി പൊസസ് ചെയ്യാം. മനസ്സിലായോ? ഞാൻ എൻ്റെ പ്രോപ്പർട്ടി അവിടെ വെച്ചിട്ടാണ് കുറച്ച് കാശ് കമ്പനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങാം. എനിക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നത് വരെ അത് പൊസസ് ചെയ്യാനുള്ള കമ്പനിയുടെ റൈറ്റ്, അവകാശം, അതിനെയാണ് നമ്മൾ ലീൻ എന്ന് പറയുക. ഓക്കെ, അതുപോലെ കമ്പനി ക്യാൻ എക്സസൈസ് ലീൻ ഓൺ ഷെയർസ് ഹെൽഡ് ബൈ ദ മെമ്പേഴ്സ് ഫോർ ദ ഡെപ്റ്റ് ഡ്യൂ ബൈ ദം ടു ദ കമ്പനി ഇഫ് ഇറ്റ് ഈസ് അഥറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കമ്പനീൻ്റെ ഒരു 10 ഷെയർ എൻ്റെ കയ്യിലുണ്ട് എന്ന് വെക്കുക. കമ്പനിയുടെ കയ്യിൽ നിന്ന് ഞാൻ കടവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഷെയർ പിടിച്ചു വെക്കാം, ഞാൻ ആ കടം തിരിച്ചു കൊടുക്കുന്നത് വരെ. ആ ഉള്ളൊരു റേറ്റ് കമ്പനിക്കുണ്ട്. എപ്പോൾ മാത്രം, ആർട്ടിക്കിൾസ് പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ കടം തിരിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ഷെയർ തിരിച്ചു തരാം, അങ്ങനെ ഒരു റേറ്റ് ഉണ്ട് കമ്പനിക്ക്. ഓക്കെ, ദ ലീൻ ഓൺ ഷെയർസ് എക്സ്റ്റെൻഡ് ടു ദ ഡിവിഡൻഡ് ഡിക്ലെയർ ഓൺ ഷെയർസ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ആ ഷെയറിന്റെ മീതെ ചിലപ്പോൾ എനിക്ക് ഇയർ ബൈ ഇയർ ഡിവിഡൻഡ് കിട്ടും. അതുവരെ പിടിച്ചു വെക്കാനുള്ള അവകാശം ആർക്കുണ്ട്, കമ്പനിക്കുണ്ട് കേട്ടോ, ലീൻ എന്ന് പറയുമ്പോൾ. അപ്പം ഞാൻ ആ കടം തിരിച്ചു കൊടുക്കുന്നത് വരെ. ഓക്കെ, എ മെമ്പർ ഹു ഈസ് ഇൻഡെപ്റ്റഡ് ടു ദ കമ്പനി ഈസ് നോട്ട് അലൗഡ് ടു ട്രാൻസ്ഫർ ഹിസ് ഷെയർസ് വിതൗട്ട് പേയിങ് ദ ഡെപ്റ്റ് ടു ദ കമ്പനി. ഞാനിപ്പോൾ കമ്പനിക്ക് കടം കൊടുക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ ഷെയർ ഉണ്ട്. ഈ കടം തിരിച്ചു കൊടുക്കാതെ എനിക്ക് എൻ്റെ കൈവശമുള്ള ഷെയർ വേറൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് ഒരു അവകാശവും ഇല്ല. അത് തിരിച്ചു കൊടുത്താൽ മാത്രമാണ് എനിക്ക് ആ ഷെയർ വേറൊരാൾക്ക് വിൽക്കാൻ തന്നെ പറ്റുള്ളൂ. ഓക്കെ, then if the article permits, articles permit ചെയ്യുകയാണെങ്കിൽ the company may sell the shares on which it has lien after 14 days notice
ടു ദ ഷെയർ ഹോൾഡേഴ്സ് കൺസേൺ. ആർട്ടിക്കിൾ പെർമിറ്റ് ആണെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം, ആ ഷെയർ വിൽക്കാം. എൻ്റെ ഷെയർ ഞാൻ കടം വാങ്ങിച്ചിട്ടുണ്ട് കമ്പനീൻ്റെ നിന്ന്, എനിക്ക് ആ കമ്പനിയുടെ ഷെയർ ഉണ്ട്. ഞാൻ കടം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കമ്പനിക്ക് എനിക്കൊരു 14 days നോട്ടീസ് തന്നിട്ട് അറിയിച്ചിട്ട് കമ്പനിക്ക് എൻ്റെ ഷെയർ വേറൊരു വ്യക്തിക്ക് വിൽക്കാം. അതിന് വരെയുള്ള അവകാശമുണ്ട് കമ്പനിക്ക്. മനസ്സിലായോ? എൻ്റെ ഷെയർ വേറൊരാൾക്ക് വ്യക്തിക്ക് കാശ് വാങ്ങാൻ, ഞാൻ കാശ് തിരിച്ചു കൊടുത്തിനി. അത് എനിക്ക് 14 ദിവസത്തിന് നോട്ടീസ് തരണം. നിങ്ങൾ കടം അടച്ചില്ലെങ്കിൽ ഞാൻ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയർ ഞാൻ വേറൊരാൾക്ക് വിൽക്കും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇതാണ് ഷെയറിന്മേലുള്ള അവകാശം കമ്പനിക്ക്. ലീൻ ഓൺ ഷെയർസ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നന്നായിട്ട് നിർത്തി വീഡിയോസ് കാണുക, വോയിസ് കേട്ടിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ചധികം ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നന്നായി വൃത്തിയായി കേട്ട ശേഷം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.